ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും മറ്റൊരു പ്രഭാതം കൂടി കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവം നൽകിയ വിലപ്പെട്ട സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകരെയും ഹോപ്പ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടുന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ദൈവിക ദൂതുകൾ നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ ഉതകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഹോപ്പ് ചാനലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. കാലത്തിൻ്റെ അന്ത്യത്തിൽ ദൈവത്തിൻ്റെ സത്യം ലോകത്തോട് വിളിച്ചു പറയുവാൻ തക്കവണ്ണം ദൈവം തൻ്റെ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന വലിയൊരു മീഡിയ ആണ് ഹോപ്പ് ചാനൽ. അതിൻ്റെ പ്രവർത്തനം ഏറ്റവും ധന്യകരമായി തീരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 23-24 വേദഭാഗങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 23-24 വേദഭാഗങ്ങൾ. അവിടെ നാം വായിക്കുന്ന ഇങ്ങനെയാണ്: ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരം ആയിരുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തു കൊണ്ടതിനാൽ അവൻ കാണാതായി. ദൈവജനത്തിൽ ഏറ്റവും ആദ്യമായി നാം കാണുന്ന ഒരു ദൈവ ഭക്തനായി അല്ലെങ്കിൽ ദൈവത്താൽ എടുക്കപ്പെട്ട് ദൈവത്തോടു കൂടെ നടന്ന ഒരു വ്യക്തിയായിട്ടാണ് നാം ഹാനോക്കിനെ കാണുന്നത്. ഇന്ന് നമ്മൾ ഹാനോക്കിനെ കുറിച്ചാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഹാനോക്ക് ദൈവഭക്തനായ ഒരു മനുഷ്യൻ. നിങ്ങൾ ചിന്തിക്കേണ്ട, നാം മനസ്സിലാക്കേണ്ട, ഉൾക്കൊള്ളേണ്ട ഒരുപാട് സത്യങ്ങൾ ഹാനോക്കിൻ്റെ ജീവിതത്തിൽ ഉണ്ട്, അത് ഉണ്ടായിരുന്നു. അത് നമ്മൾ പരിശോധിക്കാൻ പോകുകയാണ്. ഇവിടെ നാം വായിച്ച വാക്യം, ഹാനോക്കിൻ്റെ ആയുഷ്കാലം 365 സംവത്സരം. 365 സംവത്സരം ഹാനോക്കിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് വലിയ കൂടുതലല്ല. കാരണം 969 വർഷം ജീവിച്ച മെതുശലയെ കൊണ്ട്, 930 വർഷം ജീവിച്ച ആദാമുണ്ട്, 950 വർഷം ജീവിച്ച നോഹയുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹാനോക്ക് 365 വർഷം വരെ ജീവിച്ചുള്ളൂ. പക്ഷേ മരിച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത്. അവിടെ നാം നടക്കേണ്ട വേറൊരു ഭാഗം 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടന്നു. നമുക്കൊരു വർഷം ദൈവത്തോടു കൂടെ നടക്കാൻ പ്രയാസമാണ്. നാം മനസ്സിലാക്കേണ്ടത്, ഈ 300 വർഷവും സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് ഹാനോക്കിൻ്റെ കൈക്ക് പിടിച്ച് തോളിൽ കൈയിട്ടുകൊണ്ട് വിശേഷങ്ങൾ ചോദിച്ച് നടന്നു എന്ന അർത്ഥത്തിലല്ല. സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ തന്നെയാണ് വസിക്കുന്നത്. ഒരു ദൈവഭയമുള്ളവനായി, ദൈവ കൃപയുള്ളവനായി, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം സ്വർഗത്തിൽ വസിക്കുമ്പോഴും ഈ ഭൂമിയിൽ ആ മനുഷ്യൻ ജീവിച്ചു. അങ്ങനെയാണ് ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു എന്ന് നാം ചിന്തിക്കേണ്ടത്. പലരും പറയാറുണ്ട്, പലരും ചിന്തിക്കാറുണ്ട്, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: യേശു അപ്പച്ചൻ വന്ന് അല്ലെങ്കിൽ പിതാവായ ദൈവം ഹാനോക്കിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് വർത്തമാനം പറഞ്ഞു ഒരപ്പൻ മകനെ നടത്തുന്നത് പോലെ നടത്തി കൊണ്ടുപോയി എന്ന അർത്ഥത്തിലാണ്. പക്ഷേ അങ്ങനെയല്ല. ഹാനോക്കിൻ്റെ കാലഘട്ടം വളരെ ദുഷ്കരമായൊരു കാലഘട്ടമാണ്. നമുക്കറിയാം, അതിന് തൊട്ട് ശേഷമാണ് ജലപ്രളയം ഉണ്ടാകുന്നത്. ജലപ്രളയം ഉണ്ടാകുമ്പോഴത്തേക്കും ഭൂമിയുടെ അവസ്ഥ വളരെ വളരെ കഠോരമായിരുന്നു, ഭയാനകമായിരുന്നു. മനുഷ്യൻ്റെ ചിന്തകൾ, ഹൃദയ വിചാരങ്ങൾ വളരെ ദുഷ്ടത നിറഞ്ഞതായിരുന്നു. ആ കാലഘട്ടത്തിന് തൊട്ടു മുമ്പ് ജീവിച്ച ഭക്തനായ മനുഷ്യനാണ് ഹാനോക്ക്. ബൈബിളിൽ അധികം ഒന്നും ഹാനോക്കിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെങ്കിൽ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുത്തുകാരനായിരിക്കുന്ന മോശയിലൂടെ ഈ ഉൽപ്പത്തിയെക്കുറിച്ച് എഴുതുമ്പോൾ ഹാനോക്കിനെ കുറിച്ച് പറയുകയാണ്: ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. ഞാൻ അതിനെ ഒരിക്കലും നിസ്സാരമായിട്ട് കാണുന്നില്ല. ഒരു ദൈവഭക്തനായി ജീവിക്കുക, ദൈവ സത്യത്തിന് വേണ്ടി നിലകൊള്ളുക എന്ന് പറയുന്നത് ഈസിയല്ല. അത് വളരെ ശ്രമകരമാണ്, വളരെ പ്രയാസമേറിയതാണ്. അതിന് പല കാര്യങ്ങളെ ത്യജിക്കേണ്ടതായിട്ടുണ്ട്, പല കാര്യങ്ങളെ വർജിക്കേണ്ടതായിട്ടുണ്ട്, പല കാര്യങ്ങളെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. പലപ്പോഴും നമ്മൾ ഈ കാണുന്ന കാര്യങ്ങൾക്ക് ഉടനെ പ്രതികരിക്കാൻ പോകുന്നു, കേൾക്കുന്ന കാര്യങ്ങൾക്ക് പ്രതികരിക്കാൻ പോകുന്നു. അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത്. പ്രാർത്ഥനാ ജീവിതം
പ്രാർത്ഥനാ ജീവിതം തുടർന്നു കൊണ്ടുപോകാൻ കഴിയാതെ വരുന്നത്, ദൈവസന്നിധിയിൽ കുറ്റമറ്റ മനസ്സാക്ഷിയോടെ നിൽപ്പാൻ കഴിയാതെ വരുന്നത്, ദൈവവചനം വായിക്കുവാനോ ദൈവത്തിൽ ആശ്രയിക്കുവാനോ ഒക്കെ കഴിയാതെ വരുന്നത് പലപ്പോഴും പല കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ടാണ്. ഹാനോക്കൻ അങ്ങനെ ആയിരുന്നില്ല. ഹാനോക്ക് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. നമ്മളത് ചിന്തിക്കണം. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഒരപ്പൻ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു മുത്തച്ഛൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കടമകളെല്ലാം ഭംഗിയായി ചെയ്തു. കുടുംബജീവിതമില്ലാത്ത മനുഷ്യനായിരുന്നില്ല. അദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങളില്ലാത്ത മനുഷ്യനായിരുന്നില്ല. അദ്ദേഹത്തിന് അപ്പൻ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ, മുത്തച്ഛൻ എന്ന നിലയിൽ ഒക്കെ, സഹോദരൻ എന്ന നിലയിലൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ ഉത്തരവാദിത്തങ്ങളുടെ ഒക്കെ നടുവിൽ അദ്ദേഹം ദൈവത്തെ പ്രസാദിപ്പിച്ചു. നമ്മൾ പലപ്പോഴും നാം മനസ്സിലാക്കേണ്ടത്, മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച ഒരു മനുഷ്യൻ, മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച മനുഷ്യൻ അദ്ദേഹത്തെ എടുത്തു. അദ്ദേഹത്തെക്കുറിച്ച് മക്കൾ അന്വേഷിച്ച് കാണും. ഞങ്ങളുടെ അപ്പച്ചൻ എവിടെ പോയി, അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദർ എവിടെ പോയി, പലരും അന്വേഷിച്ച് കാണും. പക്ഷേ ആർക്കും അറിയത്തില്ല. ദൈവം ഹാനോക്കിനെ എടുത്തു. അങ്ങനെ മരണം കാണാതെ സ്വർഗത്തിലേക്ക് എടുക്കുവാൻ ഭാഗ്യം കിട്ടിയ ഒരു ദൈവഭക്തനായിരുന്നു ഹാനോക്ക്. ഹാനോക്ക് ഒരു സാധാരണ മനുഷ്യൻ മാത്രമായിരുന്നില്ല. ഹാനോക്കിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ തിരുവചനത്തിൻ്റെ ചില പേജുകളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്ന്, മാതൃകാപരമായ കുടുംബജീവിതം നയിച്ചവൻ. നമ്മുടെ ജീവിതം മാതൃകാപരമായിരിക്കണം. സമൂഹത്തിന്, കുടുംബത്തിന്, അയൽക്കാർക്ക്, ചുറ്റുപാടുള്ളവർക്ക്, ദേശക്കാർക്കൊക്കെ മാതൃകയുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ സാക്ഷ്യമുള്ള ഒരു ജീവിതം. ഹാനോക്കിനെ കുറിച്ച് എബ്രായ ലേഖന കർത്താവ് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവൻ കാണാതായി. അവൻ മരിക്കുന്നതിന് മുമ്പ് അവൻ സാക്ഷ്യം പ്രാപിച്ചു. എടുക്കുന്നതിന് മുമ്പേ അവൻ സാക്ഷ്യം പ്രാപിച്ചു. സ്വർഗത്തിലേക്ക് ഹാനോക്കിനെ എടുത്തുകൊള്ളപ്പെടുന്നതിന് മുമ്പേ അവൻ സാക്ഷ്യം പ്രാപിച്ചു. സാക്ഷ്യം പരമപ്രധാനമാണ്. സാക്ഷ്യമുള്ളവരെ ദൈവം എടുക്കത്തുള്ളൂ. സാക്ഷ്യമുള്ളവരെ വലിയ വേലയ്ക്ക് തിരഞ്ഞെടുക്കുകയുള്ളൂ. നമുക്കറിയാം, സാക്ഷ്യമില്ലാത്തവരെ നമ്മൾ പോലും സഭയിൽ ഒരു മൂപ്പനായിട്ട് പോലും തിരഞ്ഞെടുക്കുകയല്ല. സഭയുടെ പ്രസിഡന്റ് ആകണമെങ്കിൽ, സഭ പാസ്റ്ററാകണമെങ്കിൽ, സഭയുടെ നേതൃനിരയിലേക്ക് വരണമെങ്കിൽ, നമ്മുടെ സഭാ ശുശ്രൂഷകളിലെ ഓരോ സ്ഥാനങ്ങൾ അലങ്കരിക്കണമെങ്കിൽ നല്ല സാക്ഷ്യം, നല്ല വിശ്വാസിയായിരിക്കണം, പ്രാർത്ഥനാ ജീവിതമുള്ളവനായിരിക്കണം, മാതൃകയുള്ളവനായിരിക്കണം, സാക്ഷ്യമുള്ളവരായിരിക്കണം. അപ്പോൾ ദൈവം ഹാനോക്കിനെ എടുത്തു. പക്ഷെ അവൻ സാക്ഷ്യമുള്ളവനായിരുന്നു. അതാണ് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ഹാനോക്കിനെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് 11:15 പൗലോസ് എഴുതിയിരിക്കുന്ന, അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ ദൈവത്തെ പ്രസാദിപ്പിച്ചു. നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണോ? എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്? നമുക്ക് ദൈവത്തെ എങ്ങനെയാണ് പ്രസാദിപ്പിക്കാൻ കഴിയുന്നത്? നാം ദൈവത്തെ പ്രസാദിപ്പിക്കുക. നമ്മൾ പലപ്പോഴും മനുഷ്യനെ പ്രസാദിപ്പിക്കും, അല്ലെങ്കിൽ നേതാക്കന്മാരെ പ്രസാദിപ്പിക്കും. ഭർത്താവിന് ഭാര്യയെ പ്രസാദിപ്പിച്ചേ പറ്റൂ, ഭാര്യയ്ക്ക് ഭർത്താവിനെ പ്രസാദിപ്പിച്ചേ പറ്റൂ. കാര്യസാധ്യത്തിനായി, ചില പ്രത്യേക താല്പര്യങ്ങൾക്കായി പലർക്കും പലരെയും പ്രസാദിപ്പിച്ചേ പറ്റൂ. പക്ഷേ ആ കാര്യത്തിൽ അങ്ങനെ വരുമ്പോൾ പലപ്പോഴും നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കാര്യം മറന്നു പോകുന്നു. നാം നമ്മുടെ ചുറ്റുപാടുകളൊക്കെ കാണുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സഭകളിലും വ്യക്തിബന്ധങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന പല കാര്യങ്ങളുണ്ട്. മനുഷ്യനെ വല്ലാതെ പ്രസാദിപ്പിക്കുന്നു. രാഷ്ട്രീയക്കാരെ നമ്മൾ കാണുന്നു. രാഷ്ട്രീയക്കാർ അവർ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി വേണ്ടപ്പെട്ടവരെ അങ്ങേയറ്റം പ്രസാദിപ്പിക്കുന്നു, നാണ് വീണ് വണങ്ങുന്നു. ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചവനാണ്. മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവർക്ക് ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, ഞാൻ ദൈവത്തെയോ മനുഷ്യനെയോ പ്രസാദിപ്പിക്കുന്നത്? നാം ഈ രാവിലെ സമയം ചിന്തിക്കണം. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന ആരെ പ്രസാദിപ്പിക്കാനാ? നമ്മുടെ മുമ്പിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, നമ്മുടെ യജമാനനെ പ്രസാദിപ്പിക്കുക. അതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ വായിക്കുന്നത്. പൗലോസ് തിമത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്ക് ഇങ്ങനെയാണ്, പടചേർത്തവനെ പ്രസാദിപ്പിക്കാതെ ഇരിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങൾ പങ്കെടുക്കാതിരിക്കുന്നു. പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന്
പടചേർത്തവനെ പ്രസാദിപ്പിക്കുക. അതാണ് ലക്ഷ്യം. എന്ന് പറഞ്ഞാൽ പട്ടാള കമാൻഡറിനെ പ്രസാദിപ്പിക്കുക. ജീവനകാര്യങ്ങൾ ചിന്തിക്കുന്നേയില്ല, ജീവനകാര്യങ്ങൾ ഇടപെടാതെ ഇരിക്കുന്നു. നമ്മെ വിളിച്ചവൻ ദൈവം, നമ്മെ തിരഞ്ഞെടുത്തവൻ ദൈവം, നമ്മെ യുദ്ധക്കളത്തിലാക്കിയിരിക്കുകയാണ്. പിശാചും ദൈവവും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ആ വലിയ വൻവിവാദം, അതിൻ്റെ ഗ്രേറ്റ് കോൺട്രവേഴ്സിയുടെ ലാസ്റ്റ് മൊമെൻറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ യുദ്ധത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, നമ്മെ വിളിച്ചവനെ പ്രസാദിപ്പിക്കുക. ആ വിളിച്ചവന് വേണ്ടി നിലകൊള്ളുക, ആ വിളിച്ചവന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. പൗലോസ് പറയുന്ന അതാണ്, ഞാൻ ദൈവത്തെയോ മനുഷ്യനെയോ പ്രസാദിപ്പിക്കുന്നത്. ഒരു മനുഷ്യനെയും പ്രസാദിപ്പിച്ച വ്യക്തിയല്ല പൗലോസ്. അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിലും, അതുപോലെ തന്നെ ഫെലിക്സിൻ്റെ മുമ്പിലും, ഫെസ്തോസിൻ്റെ മുമ്പിലും, ബെർണിക്കായുടെ മുമ്പിലും, കൈസറിൻ്റെ മുമ്പിലും നിർദാക്ഷിണ്യം സധൈര്യത്തോടെ ക്രിസ്തുവിൻ്റെ സത്യത്തിന് വേണ്ടി സാക്ഷിയായ മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ്. നാം ആരെയാണ് പ്രസാദിപ്പിക്കുന്നത്? ഹാനോക്കിനെ കുറിച്ച് പഠിക്കുന്നത്, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. ദൈവത്തെ പ്രസാദിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിന് പ്രസാദകരമായത്, ദൈവം പ്രസാദിക്കുന്ന പ്രവൃത്തികൾ നാം ചെയ്യുന്നവരാണോ? ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമാകുന്ന കാര്യങ്ങൾ ചെയ്തു എന്നല്ല, അത് ദൈവത്തെ സന്തോഷിപ്പിച്ചു, ചിരിപ്പിച്ചു എന്ന അർത്ഥത്തിലല്ല. അവൻ്റെ അടിയുറച്ച വിശ്വാസം, അവൻ്റെ പ്രാർത്ഥന, ദൈവത്തിലുള്ള അവൻ്റെ കാഴ്ചപ്പാട്, തൻ്റെ ചുറ്റുപാടുകളിൽ അനേകർ പാപത്തിൽ മുഴുകി ജീവിക്കുമ്പോൾ താൻ പാപം ചെയ്യാത്തവനായി, തനിക്ക് മക്കളുണ്ട്, ഭാര്യയുണ്ട്, കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. ആ കുടുംബജീവിതത്തിൻ്റെ മധ്യത്തിലും യാതൊരുവിധ താളപ്പിഴകളും തൻ്റെ വിശ്വാസ ജീവിതത്തിൽ സംഭവിക്കാതെ ദൈവഹിതപ്രകാരം സമർപ്പിച്ച വ്യക്തി. ദൈവമായിരുന്നു തനിക്കെല്ലാമെല്ലാം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ശാന്തമായി പരിശോധിക്കാം, നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം. നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണോ? നാളുകളായി ഒരു വിശ്വാസിയാണ്, ഒരു ശുശ്രൂഷകനാണ്, ദൈവവേലയ്ക്ക് വേണ്ടി വിളിച്ചു വേർതിരിച്ച ദൈവത്തിൻ്റെ അഭിഷക്തനാണ്. പക്ഷെ നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണോ? എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ? ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവവചനത്തിൽ ശരണപ്പെടുകയും ആത്മീയ കാര്യങ്ങളിൽ ദൈവവുമായി ബന്ധം പുലർത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ദൈവം പ്രസാദിക്കുകയാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ട വ്യക്തി പിശാചിനെയാണ് പ്രസാദിപ്പിക്കുന്നെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? പ്രാർത്ഥനാ ജീവിതമില്ല, ബൈബിൾ വായിക്കാൻ നേരമില്ല, പള്ളിയിൽ താമസിച്ചാണ് വരുന്നത്, കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ നാണമാണ്, ഞാനൊരു അഡ്വന്റിസ്റ്റുകാരനാണ്, ഞാനൊരു സപ്തദിന പുനരാഗമന കാംക്ഷിയാണ്, എൻ്റെ ലക്ഷ്യം സ്വർഗമാണ്, ഈ ഭൂമി നശ്വരമാണ്, അനശ്വരമായിരിക്കുന്ന ആ നിത്യതയിലേക്ക് യാത്ര ചെയ്യുവാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ എന്ന് പറയുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മ അറിഞ്ഞ സത്യം, ഞാനും നിങ്ങളും അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് പറയാൻ നമുക്ക് ധൈര്യമുണ്ടോ? ദൈവത്തെ പ്രസാദിപ്പിക്കാം. 3, ഹാനോക്കിനെ കുറിച്ച് പറയുന്നത്, ഹാനോക്കിന് മരണം അനുഭവിക്കേണ്ടി വന്നില്ല. മരിക്കുക എന്ന് പറയുന്ന പാപത്തിൻ്റെ പ്രവൃത്തിയാണ്. ജനിച്ചാൽ എല്ലാവർക്കും മരണമുണ്ട്. പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. ഹാനോക്കിന് മരിക്കേണ്ടി വന്നില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. മരണം കാണാതെ എടുക്കപ്പെട്ടവൻ, അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മെല്ലാവരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. നമ്മളാരും മരണമെന്ന ഒടുക്കത്തെ ശത്രുവിന് കീഴടങ്ങാതെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആകണമെങ്കിൽ കർത്താവ് ഇന്ന് വരണം. അപ്പോൾ ക്രിസ്തുവിൽ ജീവിക്കുന്ന നമുക്കൊരു രൂപാന്തരം ഉണ്ടാകും. നമ്മൾ മരിക്കേണ്ടി വരികയല്ല. പിശാചു വരുത്തി വെച്ച ആ മരണത്തിന് കീഴടങ്ങേണ്ടി വരികയില്ല. മരണം കാണാതെ
എടുക്കപ്പെട്ടു, മരിക്കേണ്ടി വന്നില്ല. എന്ന് പറഞ്ഞാൽ പാപമില്ലാത്തവനായി അവൻ ജീവിച്ചു. ആ പാപത്തിന് അവൻ്റെ മേൽ അധീനം ചെലുത്തുവാൻ, പാപത്തിൻ്റെ അധീനതയിലേക്ക് അവനെ ആക്കി തീർക്കുവാൻ പാപത്തിന് കഴിഞ്ഞില്ല. കാരണം മരണം കാണാതെ ദൈവം അവനെ എടുത്തുകൊള്ളുവാൻ ഇടയായി തീർന്നു. പലപ്പോഴും പലരും മരണത്തിന് കീഴടങ്ങുന്നത് പാപത്തിൻ്റെ ഫലമാണ്. 2 മരണം, ആത്മീയ മരണം, അതാണ് അക്ഷരാർത്ഥത്തിൽ ആദാമവ്വ ദമ്പതിമാർക്ക് സംഭവിച്ചത്. ദൈവ തേജസ് പോയി, ദൈവമായിട്ടുള്ള സമ്പർക്കം നഷ്ടപ്പെട്ടു, ദൈവത്തിൻ്റെ സാന്നിധ്യം പോയി, ദൈവത്തിന് അവരോട് ഇടപെടുവാൻ തക്കവണ്ണം ഉണ്ടായിരുന്ന എല്ലാം തകർത്ത് കളഞ്ഞു. ഈ മരണവും കാണേണ്ടി വന്നില്ല, ആത്മീയമായി മരിക്കേണ്ടി വന്നില്ല എന്നാണ് കാണുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മൾ ദിനംതോറും ആത്മീയത്തിൽ മരിച്ചു പോകുന്നവരാണോ? നമ്മുടെ ആത്മീയം ഇന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. പണ്ട് നല്ല തീക്ഷ്ണതയിലായിരുന്നു, വിശ്വാസത്തിലായിരുന്നു, പണ്ട് വലിയ പ്രാർത്ഥനയായിരുന്നു, വലിയ സമർപ്പണമായിരുന്നു, ആത്മഭാരമായിരുന്നു. അനേകരോട് 10 പേരോട് സുവിശേഷം പറയണം, 10 പേരെ യേശുവിലേക്ക് കൊണ്ടുവരണം, 10 പേർക്ക് ദൈവത്തിൻ്റെ വചനം വിതരണം ചെയ്യണം. നമുക്ക് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ഇന്ന് ആ താല്പര്യമില്ല. ഒരാത്മീയ മരണം സംഭവിച്ചിട്ടുണ്ടോ? ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. നാം നാലാമത്തെ കാര്യങ്ങൾ ചിന്തിക്കുന്ന 300 വർഷം ദൈവമായുള്ള ബന്ധത്തിൽ നടക്കുക. 300 വർഷം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നടക്കുക. നമുക്കൊരു 10 വർഷം പോലും, 1 വർഷം പോലും നമുക്ക് ദൈവമായിട്ട് പാപം ചെയ്യാതെ ഇരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഒരു ദിവസം സാധിക്കത്തില്ല. 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുക. എത്ര ശ്രേഷ്ഠകരമായ ഒരു അനുഭവം! 1-2 വർഷമല്ല, 300 സംവത്സരം ദൈവത്തിൽ മാത്രം ആശ്രയിച്ച്, ദൈവഭക്തനെ പോലെ, ദൈവപ്രമാണമുള്ളവനെ പോലെ, ദൈവകൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് പാപമംഗലമായ ലോകത്തിൽ പാപമില്ലാത്തവരായി ജീവിക്കുവാൻ ക്രിസ്തുവിന് സാധിച്ചതുപോലെ ആ ഒരു പ്രത്യേക അനുഭവത്തിൽ ഹാനോക്ക് ജീവിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹാനോക്ക് പാപത്തിൻ്റെ ഫലമായി ഭൂമിയിൽ ഉണ്ടായ മനുഷ്യനാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്ന പാപം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലോ മോഹങ്ങളിലോ മുഴുകാതെ ഒരു പ്രത്യേക ട്രാക്കിൽ കൂടി, ഒരു പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടി ദൈവത്താൽ വിളിക്കപ്പെട്ടവൻ എന്ന ചിന്തയിൽ ഹാനോക്ക് ജീവിച്ചു. അതുകൊണ്ട് ദൈവം അവനെ എടുത്തു. കർത്താവ് രണ്ടാമത് പ്രത്യക്ഷപ്പെടുന്ന എന്തിനാണ് എന്ന് പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്. അവ രണ്ടാമതും പാപം കൂടാതെ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്കായി പ്രത്യക്ഷനാകും. തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാനാണ് നമ്മുടെ കർത്താവ് വരുന്നത്. ആ ഒരു അനുഭവത്തിൽ ജീവിക്കുവാനൊക്കെ നമുക്ക് കഴിയണം. പ്രിയ ദൈവമക്കളെ, അതിനായിരിക്കണം നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കേണ്ടത് എന്ന് കാണുന്നു. ആമോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: 2 പേർ ഒത്തട്ടല്ലാതെ ഒന്നിച്ച് നടക്കാമോ? 2 പേർ ഒത്തട്ടല്ലാതെ ഒന്നിച്ച് നടക്കാമോ? പലപ്പോഴും നമ്മൾ വിവാഹ ശുശ്രൂഷയിൽ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. 2 പേർ ഒത്തട്ടല്ലാതെ നടക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹാനോക്ക് നടന്നത് എങ്ങനെയാണ്? ദൈവത്തോടു കൂടെ ഒത്തു. ദൈവം ഹാനോക്കും കൂടെ കൈയോടെ കൈ കോർത്തു പിടിച്ചു. അത്രമാത്രം ഒരാത്മീയ ബന്ധത്തിൽ താൻ ജീവിച്ചു. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഉള്ളതാണ്. നമ്മുടെ കർത്താവ് സ്വർഗത്തിലാണ്. പക്ഷേ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട് കർത്താവിൽ ആശ്രയിക്കുവാൻ, അവിടുത്തെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ, അവിടുത്തെ പ്രമാണത്തിൽ നിലകൊള്ളുവാൻ, അവിടുത്തെ ദൈവഭയത്തിൽ ജീവിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവാണ് നമ്മെ ശക്തീകരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം ഈ രാവിലെ നമ്മെ സമർപ്പിക്കാം. 2 പേർ ഒത്തട്ടല്ലാതെ ഒരുമിച്ച് നടക്കാമോ എന്നാണ് എഴുതിയിരിക്കുന്നത്. യൂദായുടെ ലേഖനം 14-15 വാക്യങ്ങൾ ഹാനോക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെയാണ് ഹാനോക്കിനെ കുറിച്ച് കാണുന്ന ഏറ്റവും അവസാനത്തെ പ്രസ്താവന. ഉൽപ്പത്തി കഴിഞ്ഞാൽ പിന്നെ ഹാനോക്കിനെ കുറിച്ച് കാണുന്നത് യൂദായുടെ ലേഖനത്തിലാണ്. ഹാനോക്ക് ഒരു പ്രവാചകനായിരുന്നു.
എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസോ, പത്രോസോ, ശൗമേലോ, ശലോമോനോ, പ്രവാചകന്മാരിൽ എസ്സയാവോ, ഇരമ്യാവോ, യോനായോ ആരും എഴുതിയിട്ടില്ല ഹാനോക്കിനെ കുറിച്ച്. പക്ഷേ യൂദ എഴുതി. ഹാനോക്കൊരു പ്രവാചകനായിരുന്നു. എങ്ങനെയാണ് ഹാനോക്ക് പ്രവചിച്ചത്? ദൈവം തമ്പുരാൻ 1000 വിശുദ്ധന്മാരുമായി ഈ ലോകത്തെ ന്യായം വിധിക്കാൻ വരുമെന്ന് പ്രവചിച്ച ശക്തനായ പ്രവാചകനായിരുന്നു ഹാനോക്ക് ശക്തനായ പ്രവാചകനായിരുന്നു. എത്ര ശക്തമേറിയ ദൂതാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് കർത്താവിൻ്റെ 2ാം വരവിനെ കുറിച്ച് ഇത്രയും കാഴ്ചപ്പാടോടെ മുന്നോട്ട് പോയ ഒരു ദൈവഭക്തനായിരുന്നു ഹാനോക്ക്. കർത്താവ് 2ാമത് വരും. 1000 വിശുദ്ധന്മാരുമായി കർത്താവ് വന്ന് അനേകർക്ക് പാപബോധം വരുത്തുമെന്നാണ്. കർത്താവിൻ്റെ 3rd കമ്മിങ്ങിനെ കുറിച്ചാണ് നമ്മളിത് കാണുന്നത്. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം സ്വർഗത്തിൽ നിന്ന് വിശുദ്ധന്മാരുമായി വരുമ്പോൾ ഈ ഭൂമിയിൽ പിശാച് സകല ദുഷ്ടന്മാരെയും ദൈവത്തിനും ദൈവജനത്തിനുമെതിരെ ഒരുക്കുന്ന ആ സമയം അവർക്ക് പാപബോധം വരുത്തുവാൻ 1000 ദൂതന്മാരുമായി വിശുദ്ധന്മാരുമായി കർത്താവ് വരുന്നൊരു കാഴ്ച ഹാനോക്ക് പ്രവചിപ്പാൻ തക്കണമിടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ രാവിലെ സമയം ദൈവഹിതത്തിന് അനുസൃതമായി ദൈവപ്രമാണത്തിന് വിധേയപ്പെട്ടുകൊണ്ട് നമ്മെ തന്നെ ദൈവ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഹാനോക്കൊരു വേർപെട്ട സ്വഭാവത്തിനുടമയായിരുന്നു. കുടുംബജീവിതം അസാധ്യമാണ്. കുടുംബജീവിതത്തിലുള്ളത് കൊണ്ട് എനിക്ക് ദൈവവേല ചെയ്യാൻ പറ്റുന്നില്ല. കുടുംബജീവിതം ഉള്ളതുകൊണ്ട് എനിക്ക് ആരാധനയ്ക്ക് വരാൻ സാധിക്കുന്നില്ല. കുടുംബജീവിതം ഉള്ളതുകൊണ്ട് എനിക്ക് അത് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല. ദൈവവേല ചെയ്യാൻ പറ്റുന്നില്ല. ദൈവത്തെ സേവിക്കാൻ സാധിക്കുന്നില്ല എന്നു പറയുന്നവർക്ക് ഒരു തിരിച്ചടിയാണ് ഹാനോക്ക്. 300 സംവത്സരം പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ച ശേഷം 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുക. കുടുംബജീവിതം ദൈവത്തെ അറിയുന്നതിന്, ദൈവത്തിൽ ആശ്രയിക്കുന്നതിന്, ദൈവവേല ചെയ്യുന്നതിന്, ഒരു വിശുദ്ധനായി ജീവിക്കുന്നതിന്, ദൈവഭക്തിയിൽ നടക്കുന്നതിന് ഒരിക്കലും തടസ്സമല്ല എന്നാണ് അത് വിളിച്ചു പറയുന്നത്. ഒരിക്കലും തടസ്സമല്ല. നമ്മൾ പലപ്പോഴും കുടുംബജീവിതം കാരണം, ഭാര്യ കാരണം, ഈ മക്കൾ കാരണം എനിക്ക് വിശ്വാസത്തിൽ മുന്നേറാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ഹാനോക്കിന് അതൊരു തടസ്സമായിരുന്നില്ല. അപ്രകാരം ഈ രാവിലെ സമയം നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഹാനോക്കിനെ പോലെ ദൈവത്തെ പ്രസാദിപ്പിച്ച് സാക്ഷ്യം പ്രാപിക്കണം. നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി അവിടുത്തെ തിരുസലേക്ക് അടുത്തു വരുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം. ദൈവഭക്തനായ ഹാനോക്ക് ഒരു പ്രത്യേക സ്വഭാവമുള്ളവനായി ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിച്ചു എന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. പലപ്പോഴും കുടുംബജീവിതത്തിലായിരിക്കുന്ന ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നതിന്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് തടസ്സം പറയുന്ന ഉപാധികളാണ് പലതും. എന്നാൽ ഹാനോക്കിനെ പോലെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനൊക്കെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ബലഹീനതകളും കുറവുകളും ക്ഷമിക്കണം. എല്ലാവരെയും ദൈവരങ്ങളിലേക്ക് താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേ. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ ഈ ഹോപ്പ് ചാനലിലൂടെ നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാൻ ഉതകട്ടെ. അതിനുവേണ്ടി ഒരുങ്ങാമെന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വന്ദനം നേരുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.